ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ച ഫിദോഷ്. കൂട്ടുകാർക്ക് എന്റെ അലഞ്ച അക്കാദമിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടു ഹിസ്റ്ററി അധ്യായം 4 ക്യാപ്സുനോട്ടുമായാണ്. അധ്യായം 4 ചിന്തകൾ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. സ്തൂപങ്ങൾ. ബുദ്ധമത സ്മാരകങ്ങളാണ് സ്തൂപങ്ങൾ. ബുദ്ധന്റെയോ ബുദ്ധമത സന്യാസിമാരുടെയോ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യപ്പെട്ട സ്മാരകങ്ങളാണിവ. സ്തൂപങ്ങളുടെ ഘടന: അണ്ഡ, അർദ്ധവൃത്താകൃതിയുള്ള മൺമേട്. ഹർമിക, മൺമേടിന് മുകളിലുള്ള ബാൽക്കണി. യുഷ്ടി, ഹർമികയുള്ള കൊടിമരം. ഛത്രം, കൊടിമരത്തിന് മുമ്പിൽ കാണപ്പെടുന്ന കുട. സ്തൂപം കൽവേരുകളാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. സാഞ്ചി സ്തൂപം. BCE 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയാണ് സാഞ്ചി സ്തൂപം നിർമ്മിച്ചത്. 1818 ഹെൻറി ടൈലർ ആണ് സാഞ്ചി സ്തൂപം കണ്ടെടുത്തത്. 1939 സാഞ്ചി യുനെസ്കോയുടെ പൈതൃക സൈറ്റായി മാറി. സാഞ്ചി സ്തൂപം സംരക്ഷിക്കുന്നതിൽ ഭോപ്പാൽ ഭരണാധികാരികളുടെ ശ്രമങ്ങൾ. ഭോപ്പാൽ ഭരണാധികാരികളായിരുന്ന ഷാജഹാൻ ബീഗവും സുൽത്താൻ ജഹാൻ ബീഗവും സാഞ്ചി സ്തൂപം സംരക്ഷിക്കാൻ ശ്രമിച്ചു. സാഞ്ചി സ്മാരകം സംരക്ഷിക്കുന്നതിനായി ധാരാളം പണം ചെലവഴിച്ചു. സാഞ്ചിയിൽ മ്യൂസിയവും ഗസ്റ്റ് ഹൗസും നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ. ജോൺ മാർഷലിന്റെ ചരിത്ര പഠനങ്ങൾക്ക് ജഹാൻ ബീഗം ഫണ്ട് അനുവദിച്ചു. അമരാവതി സ്തൂപം. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് അമരാവതി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. BCE 3-ാം നൂറ്റാണ്ടിനും CE 4-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് അമരാവതി സ്തൂപത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ശാതവാഹന, ഇക്ഷ്വാകു രാജവംശങ്ങളുടെ സഹായത്തോടെയാണ് സ്തൂപം നിർമ്മിക്കപ്പെട്ടത്. അമരാവതി സ്തൂപം കണ്ടെത്തൽ. കോളൻ മാക്കൻസിയുടെ ശ്രമങ്ങൾ. 1797 കേണൽ കോളൻ മാക്കൻസി അമരാവതി സ്തൂപം കണ്ടെത്തി. അമരാവതിയിലെ ശില്പങ്ങളുടെ ഡ്രോയിങ് അദ്ദേഹം തയ്യാറാക്കി. വാൾട്ടർ എലിയറ്റിന്റെ ശ്രമങ്ങൾ. സ്തൂപത്തിന് സമീപം ഉത്ഖനനങ്ങൾ നടത്തി. 1854 ഗുണ്ടൂരിലെ കമ്മീഷണർ ആയിരുന്ന വാൾട്ട് എലിയറ്റ് അമരാവതിയിൽ നിന്ന് ശേഖരിച്ച ശില്പപാളികൾ മദ്രാസിലെത്തിച്ചു. ഇവ എലിയറ്റ് മാർബിൾസ് എന്നറിയപ്പെട്ടു. അമരാവതി സ്തൂപത്തിന്റെ പടിഞ്ഞാറൻ കവാടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. H കോളിന്റെ ശ്രമങ്ങൾ. അമരാവതിയിലെ ശില്പങ്ങൾ കൊള്ളയടിച്ചു പോകുന്നതിനെ അദ്ദേഹം എതിർത്തു. റോബർട്ട് സ്റ്റീവൻ, ജെയിംസ് ബർഗസ്, അലക്സാണ്ടർ റീഡ് എന്നിവരുടെ ശ്രമങ്ങൾ. അമരാവതിയുടെ ശില്പങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തി. അമരാവതി സ്തൂപം അവഗണിക്കപ്പെട്ടത് എങ്ങനെ? ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ചരിത്ര പണ്ഡിതർ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. ഭരണാധികാരികളുടെ അവഗണന. ശില്പങ്ങളും അവശിഷ്ടങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള യൂറോപ്യന്മാരുടെ ശ്രമങ്ങൾ. യാഗപാരമ്പര്യം. യാഗപാരമ്പര്യങ്ങളിൽ പ്രധാനം ആദ്യകാല വേദ പാരമ്പര്യങ്ങളാണ്. ഋഗ്വേദത്തിൽ ആദ്യകാല വേദ പാരമ്പര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആരോഗ്യം, സമ്പത്ത്, സന്താനം, ദീർഘായുസ് എന്നിവയ്ക്കായി ജനങ്ങൾ പ്രാർത്ഥനകളും യാഗങ്ങളും അനുഷ്ഠിച്ചിരുന്നു. രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ രാജാക്കന്മാർ സംഘടിപ്പിച്ചിരുന്നു. യാഗങ്ങൾക്ക് അവയുടെ ലാളിത്യം നഷ്ടപ്പെട്ടു. അവ സങ്കീർണവും ചെലവേറിയതുമായി മാറി. സമൂഹത്തിൽ ബ്രാഹ്മണരുടെ മേധാവിത്വം ശക്തമായി. പുതിയ ചിന്താസരണികളും സംവാദങ്ങളും. 64 പരം പുതിയ ചിന്താസരണികൾ BCE 6-ാം നൂറ്റാണ്ടോടുകൂടി രൂപപ്പെട്ടു. ആചാര്യന്മാരും ഗുരുക്കന്മാരും തങ്ങളുടെ ആശയങ്ങളും തത്വചിന്തകളും പ്രചരിപ്പിക്കുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത്തരം സംവാദങ്ങൾ നടന്നിരുന്നത് കുടകരശാലകൾ എന്നറിയപ്പെടുന്ന ആശ്രമങ്ങളിലോ കുടിലുകളിലോ ആയിരുന്നു. മഹാവീരനെയും ബുദ്ധനെയും പോലുള്ള ആചാര്യന്മാർ വേദങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്തു.
ലോക ജീവിതത്തിന്റെ ആദികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും മോചനം നേടാൻ അവർ ജനങ്ങളെ ആഹ്വാനം ചെയ്തു.